അന്ന് അത് വേണമെന്ന് ശഠിക്കുകയും അത് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത അഫ്വാൻ ആഡംബര ജീവിതത്തിൽ തൽപരനല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചൊരു കുട്ടിയല്ല. അതിലൊരു മാല, 2 മാലയും ഇയാൾ ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, വാപ്പാക്ക് അയച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞ് ആവശ്യം. അപ്പോൾ അവർ പറഞ്ഞു, മക്കളെ ഇതെനിക്ക് ഞാൻ തരത്തില്ല, ഇത് ആരെയും ആശ്രയിക്കാതെ ഞാൻ എൻ്റെ മരണാനന്തര ചിലവുകൾക്കായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്ന സാധനമാണ്, ഇത് ഞാൻ തരത്തില്ല എന്ന്. അപ്പോൾ ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ, വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പലരെയും മറിക്കുകയും തിരിക്കുകയും പൈസ ഉള്ള ബന്ധുക്കളെ, അതുപോലെ തന്നെ ഈ മൂത്താപ്പ ലത്തീഫിനെയും സാജിദയെയും കൊല്ലുന്നതിന് കാരണം അവൻ പറയുന്നത് അവൻ്റെ ഉമ്മയെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നീണ്ട വലിയൊരു മണിക്കൂറിലാണ് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇദ്ദേഹത്തിനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ഇവിടെ നാട്ടുകാരുൾപ്പെടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM ഷാഫി മലയാള വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. സർ, അഫാനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് തുടരുകയാണല്ലോ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ സാധിക്കുന്നത്? ഈ അഫ്വാൻ ആദ്യം പറഞ്ഞത് പിതാവ് ഉണ്ടാക്കി വെച്ച കുറേ കടങ്ങൾ, 75 ലക്ഷം രൂപയോളം കടങ്ങൾ ഉണ്ടായ, അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ഉണ്ടായ ടെൻഷനിലാണ് ഈ സംഭവങ്ങൾ, ഈ കൊലപാതകങ്ങൾ നടത്താൻ പ്രേരകമായി എന്നാണ് അഫ്വാൻ പറഞ്ഞിരുന്നത്. പക്ഷേ റഹീം, ഇയാളുടെ പിതാവ് നാട്ടിൽ വന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു കടമില്ല. 10 ലക്ഷം രൂപയോളം കടം അവിടെ ബിസിനസ് നടത്തിയതിൽ സൗദി അറേബ്യയിലാണുള്ളത്. അത് വിവിധ രാജ്യക്കാർക്കാണ് കൊടുക്കുന്നത്, മലയാളിക്കൂലുമല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ ബാങ്കുകളിലോ മറ്റ് ബന്ധുക്കൾക്കോ ആരും കടം കൊടുക്കാനില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, 5 ലക്ഷം രൂപ റഹീമിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ 5 രൂപയും റഹീമിന് അയച്ചു കൊടുത്തിട്ടില്ല എന്നാണ് റഹീം പറയുന്നത്. അത് പോലീസ് അതിൻ്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ച് പോലീസും ഏകദേശം അത് സ്ഥിരീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ അഫ്വാൻ്റെ ഈ സുഖജീവിതത്തിനായി, ധൂർത്തിനായി ബന്ധുക്കളിൽ നിന്നും അല്ലാതെ സൊസൈറ്റികളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഡെയിലി പലിശയ്ക്കും അല്ലാതെയും ഒക്കെ പണം കടം വാങ്ങുകയും അത് കുറച്ച് ബന്ധുക്കൾ ആ പൈസ കൊടുക്കുകയും അത് തിരിച്ചു ചോദിക്കുകയും വീണ്ടും ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കുകയും ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് അമ്മുമ്മയെ, അച്ഛൻ്റെ അമ്മയെ കൊന്നത്. അവരുടെ കഴുത്തിൽ 2 മാലകളുണ്ടായിരുന്നു. അതിലൊരു മാല, 2 മാലയും ഇയാൾ ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, വാപ്പാക്ക് അയച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞ ആവശ്യം. അപ്പോൾ അവർ പറഞ്ഞു, മക്കളെ ഇതെനിക്ക് ഞാൻ തരത്തില്ല, ഇത് ആരെയും ആശ്രയിക്കാതെ ഞാൻ എൻ്റെ മരണാനന്തര ചിലവുകൾക്കായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്ന സാധനമാണ്, ഇത് ഞാൻ തരത്തില്ല എന്ന്. അതിൽ ഇവൻ ചോദിച്ചതിനെ ഭയന്ന് തന്നെ ഒരു മാല ഒരു മകളെ കയ്യിൽ ഊരി സേഫായി ഏൽപ്പിക്കുകയും അതിനുശേഷം ചെറിയൊരു മാല ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്തതിനെയാണ് അവൻ വന്ന് അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നെ വെഞ്ഞാറമൂട് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് 74,000 രൂപ കൈക്കലാക്കിയത്. അതുപോലെ തന്നെ തട്ടത്തുമലയിൽ അവർ 4 ലക്ഷം രൂപയും 14 പവനും ഒരു ബന്ധു, അവൻ്റെ കുഞ്ഞുമ്മ കൊടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവനും ഉമ്മയുമായി ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം തട്ടത്തുമലയിൽ പോവുകയും അവരോട് 50,000 രൂപ കടം ചോദിക്കുകയും അവർ 50,000 രൂപയില്ല, വാങ്ങിയ പൈസ തിരികെ തരാനുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണം, ഞങ്ങളുടെ കൊച്ചു മകളുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയാണെന്ന് പറയുകയും പിറ്റെന്നും ഫോൺ ചെയ്ത് അവരോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്തു. അവരെയും കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അവരെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസുകാരോട് അവർ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊല മുഴുവൻ നടത്തിയത് അഫ്വാൻ്റെ ഈ ധൂർത്ത് ജീവിതം, ആഡംബര ജീവിതത്തിന് വേണ്ടി ചിലവാക്കിയ പൈസയാണ്. അതിലൊരു ഡയറി ഉണ്ടെന്ന് പറയുന്നു, വലിയ എമൗണ്ടാണ് അതിനകത്തുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ, വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പലരെയും മറിക്കുകയും തിരിക്കുകയും പൈസ ഉള്ള ബന്ധുക്കളെ, അതുപോലെ തന്നെ ഈ മൂത്താപ്പ ലത്തീഫിനെയും സാജിദയെയും കൊല്ലുന്നതിന് കാരണം അവൻ പറയുന്നത് അവൻ്റെ ഉമ്മയെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഒരുപക്ഷെ അദ്ദേഹം ഈ റഹീമിൻ്റെ ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ ഇവരുടെ തെറ്റായ പോക്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു രക്ഷകർത്താവ്, സ്ഥലത്തുള്ള രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ കുറ്റപ്പെടുത്തി കാണാം. ഈ ആഡംബര ജീവിതം, അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ യാതൊരു രേഖകളുമില്ലാതെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയും അതിന് ചെലവിന് കൊടുക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി വലിയച്ഛൻ എന്നുള്ള നിലയിൽ കുറ്റപ്പെടുത്തി കാണാം. ആ കുറ്റപ്പെടുത്തിയതിൽ, അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതിലുള്ള വൈരാഗ്യത്തിലാണ്
ലത്തീഫിനെയും സാജിദയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഫാൻ ഇത്തരത്തിൽ പൈസ വാങ്ങിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ആ ആഡംബരം എന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നും കാണാനില്ല, പ്രത്യക്ഷത്തിലില്ല. ഇനി ഫോണിലാണെങ്കിലും ഇപ്പോൾ ബെറ്റിംഗ് ആപ്പുകൾ പോലെയുള്ള എന്തെങ്കിലും സംഭവത്തിലാണോ അഫാൻ ശരിക്കും കുടുങ്ങിയതെന്നൊരു ചോദ്യമുണ്ടല്ലോ. അത്തരം സാങ്കേതിക വിഷയങ്ങൾ നമുക്കറിയില്ല. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് ഒരു ആഡംബര പ്രേമിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഐഫോൺ ഇറങ്ങിയ സമയത്ത് വാങ്ങിക്കൊടുക്കാൻ പക്ക സാമ്പത്തിക ശേഷിയുള്ളൊരു പിതാവല്ല റഹീം. അവൻ്റെ ചുറ്റുപാടും അങ്ങനെയല്ല. അന്ന് അത് വേണം എന്ന് ശഠിക്കുകയും അത് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത അഫ്വാൻ ആഡംബര ജീവിതത്തിൽ തൽപരനല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചൊരു കുട്ടിയല്ല. രണ്ട്, ഒരു ബുള്ളറ്റും ഒരു ബൈക്കും ഒരേ സമയം ഉപയോഗിച്ചവരാണ്. ഒരാൾക്കൊരു വാഹനം വേണമെങ്കിൽ ഒരു ബൈക്ക് ഓക്കെ, അത് CC ഇട്ടോ ഏതെങ്കിലും നിലയിൽ അതിൻ്റെ കൂടെ ഒരു ബുള്ളറ്റ് കൂടി വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയുള്ളൊരു വീട്ടിലുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുത്തതാണ് അവനോടുള്ള വാത്സല്യവും സ്നേഹവും. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ തീർച്ചയായും പിന്നെ നിങ്ങൾ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ ടെലിഫോണിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതികമായ കാര്യങ്ങളിൽ ഇനി അതുപോലെ തന്നെ ഈ മൊബൈലിലെ റമ്മി കളിയോ അതുപോലെയുള്ള നിഗൂഢമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഇനി വളരെ വിശദമായി പോലീസ് പരിശോധിച്ചാലേ അതൊന്നും നമുക്കൊന്നും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും ശരി, എന്തൊക്കെ ദുരൂഹതകളുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ ഉമ്മയുടെ മൊഴി, അത് ഇതുവരെ ഉണ്ടായിരുന്നത് കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള ഇതാണ്. അപ്പം മകൻ മരിച്ചു എന്ന കാര്യം ഇപ്പം ഉമ്മയെ അറിയിച്ചു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചായിരുന്നു? ഇല്ല, അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഇതുവരെയും വന്നില്ല. ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയാണ് ഇപ്പം അവസാനമായി കുട്ടിയുടെ ഉമ്മയെ കണ്ടത്. അവരുടെ ഒരു അവസ്ഥയനുസരിച്ച് നമുക്കൊന്നും അങ്ങനെ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ മകൻ അങ്ങനെ ചോദിക്കാൻ പൊതുപ്രവർത്തകർക്കാവില്ല. അത് പോലീസിന് വിശദമായി ചോദ്യം ചെയ്യുമ്പോഴേ ആ കാര്യം. ഇതുവരെയും അവർ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ അമ്മയെ കൊന്നതോ ഭർത്താവിൻ്റെ ചേട്ടനെയും ഭാര്യയെയും കൊന്നതോ അല്ലെങ്കിൽ ഈ സ്വന്തം കുഞ്ഞിനെ കൊന്നതോ ഒന്നും അറിഞ്ഞു കാണില്ല. അപ്പോൾ അവർക്കുണ്ടായ ത്യാഗം സഹിച്ചുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും കേസില്ലാതെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ധാരണയായിരിക്കാം ഒരു അമ്മ മനസ്സിനുണ്ടായിരുന്നത് എന്നാണ് അതിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി മകനെയും കൊന്നു, അമ്മാവിയെയും കൊന്നു, ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊന്നു എന്നറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല ഭർത്താവ് സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഭർത്താവിൻ്റെ ഒരു നിലപാടെന്താണ് എന്നൊക്കെ ആശ്രയിച്ച് അവർക്ക് സത്യം പറയേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പോലീസ് ഇപ്പോൾ ചോദിച്ചത് കണക്കായിരിക്കില്ലല്ലോ ഇനിയുള്ള ചോദ്യങ്ങൾ.